ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി കേട്ടോ നല്ലോണം, കാരണം ടയേർഡായി. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മളിപ്പോൾ എണീച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ആൾക്ക് ചെറുതായിട്ട് കോൾഡ് വന്നിട്ടുണ്ട്, കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫാന് വരെ ഇട്ടിട്ടില്ല, നല്ല തണുപ്പാണ്. ഇപ്പം നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ദ ബെസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് ഇവിടെ പാട്ട് പാടുന്നതാ. അപ്പോൾ ഇവിടുത്തെ ബെസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് മൊത്തം ഷോപ്പാണ്. ഇപ്പം നമുക്ക് A to Z, ഇപ്പം അതിനു വേണ്ടുന്ന ഡ്രസ്സായാലും അതിനു വേണ്ടുന്ന ടോയ്സ് ആയാലും എന്തെങ്കിലും ആയാലും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫുഡ് അവൈലബിൾ ആണ്, പലതരത്തിൽ KFC ഇവിടെ അതിന് നടക്കാൻ വേണ്ടിയിട്ട് ഒച്ചപ്പാടാക്കുന്നു കേട്ടോ. അപ്പം ഇവിടെ KFC ഉണ്ട്, ഇവിടെ അടുത്ത് തന്നെ. നമുക്ക് ജസ്റ്റ് ഒരു 1 minute വാക്കേ ഉള്ളൂ. KFC ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്, എല്ലാം ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ഡ്രസ്സ്. പിന്നെ ഡ്രസ്സ് മൊത്തം ബ്രാൻഡഡ് ആണ്, നോർമൽ നമ്മളെ ഡ്രസ്സില്ല. ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ സംഭവം. നമ്മളുള്ളത് മെയിൻ ടൗണിലാണ്, അപ്പോൾ നമുക്കിവിടെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നടന്നപ്പം കുറേ ഷോപ്പൊക്കെ ഒന്ന് നോക്കി, ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതെന്നൊന്ന് ജസ്റ്റ് നോക്കി. അപ്പോൾ ഇന്ന് നമുക്ക് ഷോപ്പ് ചെയ്യണമെന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ പോകട്ടോ. നമ്മൾ എന്തോ കാറിൻ്റെ മ്യൂസിയം അങ്ങനെ എന്തോ ഉണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എവിടെ പോകുന്നതെന്നെല്ലാം തീരുമാനിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളൊരു 1 day നമ്മൾ ഇവിടുത്തെ അടുത്തുള്ള വിസിറ്റ് ചെയ്യുന്നതും ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നും കൂടി എവിടെ ഉള്ളൂ. നാളെ മോർണിംഗ് 9 o'clock ട്രെയിനിന് നമ്മൾ റിട്ടേൺ പോകും. 9 or 10 റിട്ടേൺ പോവും. അപ്പം ട്രെയിൻ ലേറ്റ് ആണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ കൂടി നമ്മളിവിടെ കോയമ്പത്തൂർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടൽ, വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 30 seconds വാക്ക് മാത്രമേ ഉള്ളൂ. അച്ചായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചത് നെയ്റോസ്റ്റാണ്. ഞാൻ വന്ന ഡേയും നെയ്റോസ്റ്റ് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്കെന്തോ നോൺ വെജ് ഇവിടെ നിന്നൊക്കെ കഴിക്കാൻ എന്തോ ഒരു പേടി. അപ്പം ഞാൻ എന്തായാലും നെയ്റോസ്റ്റ് കഴിക്കാന്നുള്ള രീതിയിൽ നെയ്റോസ്റ്റ് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹസ്ബൻഡ് ഇടിയപ്പമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെജിനാണ് റേറ്റ് കൂടുതൽ, ഈ ഒരു ഭാഗത്ത് നോൺ വെജിന് കുറവാണ് കേട്ടോ. നമ്മൾ KFCയിലൊക്കെ ഓഫർ കണ്ടിടത്തോളം വെജിനാണ് റേറ്റ് കൂടുതൽ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് മ്യൂസിയത്തിൽ പോകാന്നുള്ള രീതിയിൽ അങ്ങനെ വന്നതാണ്. അങ്ങനെ നമ്മൾ ചായയും ഈ ഒരു നെയ്റോസ്റ്റൊക്കെ കഴിച്ചു. വന്ന ദിവസം നമ്മൾ വേറൊരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. നമ്മൾ ഇവിടെ നിന്നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അടുത്ത് ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പം ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്നുള്ള രീതിയിൽ കഴിച്ചതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ടാക്സിയും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു GD കാർ മ്യൂസിയത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ടാക്സി ബുക്ക് ചെയ്ത് കേട്ടോ. നമ്മൾ മ്യൂസിയത്തിലോട്ട് പോവാണ്. അടുത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 4 kilometer ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് മ്യൂസിയത്തിൽ വെച്ച് കാണാം. അതിനോട് വെള്ളം കൊടുത്തിനാ? വെള്ളം എടുത്തു. നമുക്കിനി അവിടെ നിന്ന് കാണാം. ഓക്കെ, ഞാൻ ഈ ബാഗിൽ ഓളെല്ലാം എടുത്തിന്. അതിനോട് ഫുഡ് നമ്മൾ എടുത്തിന് കേട്ടോ. കാരണം ഇൻ കേസ് അവിടെ നിന്ന് വിശന്നതിനാൽ അവർക്ക് കൊടുക്കാമല്ലോ. അപ്പം എല്ലാം ഇതിൻ്റെ അടുത്ത് ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നത്. ബിസ്ക്കറ്റും അതുപോലെ തന്നെ സെർലാക്കും എല്ലാം.
കേട്ടോ. അപ്പോൾ നമുക്ക് ബാൻഡ് ഇട്ടിട്ടുണ്ട്, സയൻസും ഉണ്ട് അതുപോലെ തന്നെ കാറിൻ്റെതും ഉണ്ട്. ഇപ്പോൾ 2 ബാൻഡാണ് ഇട്ടത്. പിന്നെ ടിക്കറ്റ് അല്ലേ, അതെന്നാ ടിക്കറ്റും ഉണ്ട്. അപ്പം അതിനും നല്ല ഉറപ്പാണ്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. നമ്മൾ ആദ്യം കാറാണെന്ന് വിചാരിച്ചത്. ഇപ്പുറത്ത് കേക്ക് എന്നെ ഞാൻ ഒട്ടിക്കാം. സ്റ്റിക്കറാ? യെല്ലോ സയൻസിനും ബ്ലൂ കാറിനാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ കാറിൻ്റെ മ്യൂസിയത്തിലോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നല്ല കൺസ്ട്രക്ഷനൊക്കെ നല്ല അടിപൊളി അല്ലേ, നല്ല ഇതായി ചെയ്തിട്ടുണ്ട്. എൻട്രി നമ്മളിങ്ങനെ വരുമ്പം കാർ പാർക്കിങ്ങിലേക്ക് പോകുന്ന പോലെ ഇങ്ങനെ ഫുള്ള് ഇവരെ കോൺസെപ്റ്റാണ്. GD Car Museum was set up by late Sri GD Naidu. പൊളിയല്ലേ, ഇത് ഹിസ്റ്ററി ആയിരിക്കും അല്ലേ. ദിസ് ഈസ് 1914 ബെൻസ്, ചെന്നൈ ബേസ്ഡ് അല്ലേ. അതിൻ്റെ ഒക്കെ വീലാണ് കേട്ടോ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ. അത് കൊള്ളാം. See this. If nothing ever changed, there will be no butterflies. ഇത് ഒറിജിനൽ കാറിന് ഇവിടെ കൊണ്ടുവച്ചതാ. മസ്റ്റ്. ഇത് നമ്മുടെ മാരുതിയാന്ന് തോന്നുന്നു അല്ലേ. ഇതേതാ സംഭവം? ടൊയോട്ട സെറ. ഹായ്, ദിസ് ഇസ് റോഡ്സ്റ്റർ 40 മോഡൽ. നല്ലുണ്ടല്ലേ. ഫോർഡ്. ദിസ് ഇസ് 1926 ഇറങ്ങിയ വണ്ടി. ഹെർബിയാ, ഹെർബി. ഇതിൻ്റെ പകുതിയല്ലുള്ളൂ. ഇത് 1969 ഇതിനെ നോക്ക്. അംബാസഡർ അല്ല, മിനി മാഫേർ 1984 ഇറങ്ങിയല്ലേ. ഫിയറ്റ. Look at this car. അയ്യോ, ഇതെന്ത് വലുതാ. ഇല്ല, ഫസ്റ്റ് ടൈം. ഇല്ല, ഇതെന്നാ സംഭവം? ഇത് നമ്മളെ നാട്ടിലല്ലേ ഓടോ? ഇത് നോക്ക് ഗൈസ്. വൗ, it is too long. ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നോക്ക്. ഇവിടെ വേറെ ടൈപ്പ് ജീപ്പ്. പിന്നെ ബോയ്സിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പ്ലേസാണ് ഈ മ്യൂസിയം. പണ്ട് മുതൽ 100 years ബാക്കും വരെ മുതലുള്ള വെഹിക്കിൾ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട് ഓരോ കാറും കാണാൻ. വെരി ഡിഫറെൻറ്റ് അല്ലേ. എൻജിൻ. ബോഡി പാർട്സ് ആണ് ഫുള്ള് അല്ലേ.
മിസ്റ്റർ ബീൻ്റെ സൈക്കിൾ ഗൈസ്. ഇത് സ്കൂട്ടറാ? ആ ഇത് നമ്മൾ കണ്ടു. ഇവിടെ ഇതാ ഫെറാറിൻ്റെ വേറൊരു വേർഷൻ. ഇത് മൊത്തം ഫെറാറിൻ്റെയാ? ഏത്? ഹാ ഹാ ദിസ് ഈസ് നോട്ട് മാരുതി, ഇറ്റ് ഇസ് സുബാരു. സുബാരു ഒക്കെ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഇത് വോക്സ് വാഗൺ. ഇത് ബെൻസിന്റെ പഴയ മോഡൽ. എത്ര ഇയർ മുന്നേ ഉള്ളതറിയോ? 1949 ബെൻസാണ്. ഇതും ബെൻസാണ്. ഇത് നമ്മളെ ഇതും കേരള വണ്ടിയാണ് ഗൈസ്. ദിസ് ഇസ് ടു ഡിഫറെന്റ്. ഇതെന്നാ സ്മാർട്ട് ഫോർട്ട് 2. ഇതിനെ നല്ലുണ്ടല്ലോ കാണാൻ. പോർഷ 1908. ഇത് 2000 ഇറങ്ങിയ വണ്ടിയാണ്. 2 സീറ്റർ BMW. ഓ ഇത് നല്ല പഴയതാന്ന് തോന്നല്ലോ. ഇറ്റ് ഇസ് 2 old. 1939 ഇറങ്ങിയ ഹാനോ മാഗോ. ഹാനോ മാഗോ എന്താ? കേരളത്തിൽ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ദിസ് ഇസ് ഫ്രണ്ട് ഗോവ. ഇത് നല്ല കളർ അല്ലേ? എന്തൊക്കെയോ പേര്. Hi, this is so cute. Too small. പിന്നുള്ളത് ഇതാണ്. ഇതെന്താ സംഭവം? ഇതല്ല, അത് റോൾസ് റോയ്സാ. ഇത് റോൾസ് റോയ്സ് ആണ് ഗൈസ്. ഇത്ര വലിയ വണ്ടിയിലുണ്ടല്ലേ. ഇത് ഓടിയതായിരുന്നു. ഫോർഡ്. നിങ്ങൾക്ക് പഴയ വണ്ടികൾ 100 years ബാക്ക് മുതലുള്ള വണ്ടി ആൻഡ് ഇപ്പം മുതൽ വരെയുള്ള വണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടോ. കാറ് പ്രാന്തം. വണ്ടി പ്രാന്തന്മാർക്ക് പറ്റിയ മ്യൂസിയമാണ്. ഓൾ ടൈപ്സ് ഓഫ് കാർസ് ആൻഡ് എവറിത്തിങ് ഇസ് ദേർ. ഇത് എടുത്തല്ലോ നേരത്തെ. ഇത് മൊത്തം എവിടുത്തതേനു? പുറത്തുള്ളതാ. ഇതെല്ലാം പുറത്ത് ഓടിക്കൊണ്ടിരുന്ന വണ്ടികളായിരുന്നു. ഇപ്പം ഇന്ത്യൻ്റെത് മേലെയാണ് കേട്ടോ ഉള്ളത്. ലെറ്റ്സ് ഗോ. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പണ്ടത്തെ കാർസൊക്കെ കറങ്ങി ഇവിടെ വന്നാൽ മതി. എല്ലാ ടൈപ്പും ഉണ്ട്. ഞാൻ തന്നെ ഇതൊന്നും കണ്ടിട്ടില്ല. കാർ എൻതൂസിയാസ്റ്റ്. ഞാൻ തന്നെ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കണ്ടിന്. ഇതെന്താ സംഭവം? ആണോ? ഇത് ഇന്ത്യയിൽ ഓടിയ ബസ്സാണ് ഗൈസ്. പക്ഷെ ഇത് കാണുമ്പോൾ ബസ് പോലെ ഇല്ലല്ലോ. ഇത് കാറാന്ന് തോന്നുന്നു. കണ്ടോ, 1920 ഇറങ്ങിയതാണ്. ഷവർലെറ്റിൻ്റെ. ഇതൊക്കെ ഇന്ത്യൻ കാർസാണ് അല്ലേ? ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അംബാസഡേഴ്സ് ആണ്.
വെരി നൈസ്. ദിസ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഈ ഒരു സംഭവം ഇതെന്താ, ബജാജ് ഓട്ടോ ആണ് കേട്ടോ. ഇത് ബജാജിൻ്റെ 1980 ഇറങ്ങിയ സംഭവം. ഇതെന്നാ, ഇതും ബജാജിൻ്റെ ടെമ്പോ. ഓഹാ, ടെമ്പോ ആണ്, 3 വീൽ ടെമ്പോ. ഇത് നമ്മുടെ മാരുതി. ഇതൊക്കെ മാരുതിൻ്റെ ഓരോ വേർഷൻ. ഇത് വേറൊരു വേർഷൻ. ഇത് ടാറ്റ. ഇത്രയും സ്പേസിൽ ഇവർ എല്ലാ വണ്ടിയും വെച്ചിന് കേട്ടോ. ഇത് കുറച്ച് പുതിയതാണ്, 2010 ഇറങ്ങിയ ടാറ്റ. ഓ, ദിസ് ഈസ് ബസ്, 1930 ഇറങ്ങിയ ബസ്. എന്താ പറയുക, ഇത്രയും വെയിറ്റുള്ള വെഹിക്കിളെല്ലാം അവരിങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുവച്ച്. അതിന് സ്റ്റെപ്പല്ലേ നമ്മളിപ്പോൾ വന്നത്, ഇവിടെ ഉണ്ട്. ദേർ ഓപ്പണിംഗ് ഉണ്ടല്ലേ. ഞാൻ വിചാരിക്കുന്നു ഇത്രയും കുറേ വണ്ടി ഇവരിങ്ങനെ കയറ്റി വെച്ചത്. സോ നൈസ് ഗൈസ്, ഓൾ ടൈപ്പ് ഓഫ് വെഹിക്കിൾ ഇവിടെ ഉണ്ട്. ഇത് മൊത്തം ഇന്ത്യനാണ്. നമ്മൾ താഴെ കണ്ടത് മൊത്തം പുറത്തുള്ളതാണ്. അതിന് എണീച്ചു. ഇത് എക്സിറ്റായി. ഇനിയിപ്പോൾ സയൻസാ. നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്താലല്ലോ. ഇവിടെ ടൈഗർ. ദിസ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് പാർട്ടി. ഇതിലെന്തല്ലോ സംഭവം, ഗ്രാമഫോണിലാന്ന് തോന്നിയത്. ഇതെന്നാ, കാൽക്കുലേറ്ററാ? Oh, this is calculator. This is, ഇതെന്താ മെർസിഡീസ് എന്നല്ലേ ഇതിന്? ഓരോ ബ്രാൻഡാ. ടൈപ്പ് റൈറ്റർ. അതാ പറഞ്ഞത്, ദിസ് ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് പാർട്ട്. ഇതല്ലേ ഓൾഡ് കമ്പ്യൂട്ടേഴ്സ്. ഇതിലൊക്കെ അങ്ങനെ യൂസ് ചെയ്ത്. ലുക്ക് അറ്റ് ദിസ്. ഇത് പ്രിന്ററാ? പ്രിന്റേഴ്സ്. ഇതെന്തൊക്കെയോ മെമ്മറി ആൻഡ് ഹാർഡ് ഡിസ്കോ. ഇത്ര വലുതാ? ഇപ്പം എല്ലാം ചെറുതല്ലേ, അതാ നല്ല. പേപ്പർ ഷ്രെഡർ. കട്ട് ചെയ്ത് തരൂ. പ്രൊജക്ടർ. ദിസ് ഈസ് നൈസ്. നമ്മളിങ്ങനെ അടുത്ത് വരുമ്പം ലൈറ്റൊക്കെ കത്തുന്നു. നൈസ്. അത് നല്ല ഐഡിയ അല്ലേ, പവർ സേവിങ്. ഇത് കത്തുന്നു നോക്കിയോ നമ്മൾ. ഇത് കത്തുവോ? യെസ്. കണ്ടോ നമ്മൾ വരുമ്പം കത്തും. ഇതൊന്നും വലിയ ഇൻട്രസ്റ്റ് ടോപ്പിക്സ് അല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ വെറുതെ ഇതൊക്കെ കാണുന്നു. പണ്ടത്തെ കുറേ ക്ലോക്സ്, ടൈപ്സ് ഓഫ് ക്ലോക്സ്. ഇതൊക്കെ ഇപ്പം ഉണ്ടോ? ആ ടെലിഫോണ്, ഈ സംഭവമൊക്കെ. നമ്മൾ കോയിൻസ് ഇട്ടിട്ട് അതേനു ബൂത്തിൽ നമ്മൾ ഫസ്റ്റ് ലൈനിൽ പഠിക്കുന്ന സമയത്ത് കുറേ ഫോൺസ്. നമ്മൾ ഫസ്റ്റ് ലൈനിൽ പഠിക്കുന്ന സമയത്തില്ലേ, നമ്മൾക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ 2 റുപ്പീസൊക്കെ ഇട്ടിട്ട് വിളിക്കും. മിറർ. ഇത് ബോട്ടം കോൺവെക്സ്. ഓ മൈ ഗോഡ്, എന്നെ നോക്കട്ടെ. ദിസ് ഈസ് പ്ലെയിൻ. ഇത് മെല്ലിറ്റ നോക്കട്ടെ. എൻ്റെ
സലിമാക്ക് കോമഡി ആയിരിക്കും. This is concave mirror. Oh my god. Nice. How this is working? Eh? That's nice. അടിപൊളിയില്ലേ? ആദ്യമായിട്ട് വന്നേ സംതിങ് ഡിഫറെൻറ്റ്. ആ ഇത് നമ്മളാണല്ലേ. ഹലോ. ആ നമ്മൾ ബാഗിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും കാണും മക്കളെ. റോസ ഹായ്. ഇതാണ് പണ്ടത്തെ ഗ്രാമഫോൺസ്. ബൈ ഉക്ക. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. കാറിൻ്റെ സെക്ഷൻ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. സയൻസ് അത്ര കുഴപ്പമില്ല എന്ന് പറയാം. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ഇനി പോകുന്നത് നമ്മൾ കാണിക്കാം കേട്ടോ. അതിനൊരു വിശക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഗൈസ് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി. നമ്മളെവിടെ പോകുന്നത്? ബ്രൂക്സ്ഫീൽഡ് മോളിൻ്റെ മോളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതും ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ആ ഇവിടെ ഞാൻ പറഞ്ഞു നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ ഒരു ഉച്ച സമയമായി. നല്ല തണുത്ത കാറ്റാണ്. ഇതാണ് മോള്. ലുക്ക, ഈ മോളിന്റെ പേരെന്താ? നമ്മൾ മോളിലെത്തി. മോളിന്റെ പേരെന്താ? ബ്രൂക്സ്ഫീൽഡ് മോൾ കേട്ടോ. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം എല്ലാ ഷോപ്പും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ട്രെൻഡ്സിലും എല്ലാം നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫുൾ അയിനൂൻ്റെ സെക്ഷനിലായിരുന്നു. ജസ്റ്റ് എനിക്ക് അവർക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ പോലും എനിക്കിങ്ങനെ കുട്ടി കുട്ടി ഡ്രസ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിൽ എല്ലാം പോയി ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ടിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും. കാരണം എനിക്ക് ചെറുങ്ങനെ ഒരു കോൾഡ് വന്നിട്ടുണ്ട്, അതിൻ്റേതാണ്. അങ്ങനെ അപ്പം നമ്മൾ ഫുൾ നോക്കി. എൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒന്നും പർച്ചേസൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ മേലെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ടോ. നല്ല ദാഹമുണ്ട്. വിശപ്പില്ല, എനിക്ക് വിശപ്പില്ല. എനിക്ക് തൊണ്ട ഇങ്ങനെ നല്ല ദാഹമുണ്ട്. ഇതൊക്കെ ഫുള്ളും ഇവിടെയൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ ഫുഡിനൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ വെജിനാണ് പൈസ കൂടുതൽ. നോൺ വെജിന് വലിയ പൈസ ഇല്ല. ഇതാ അത് കൊള്ളാലോ. ബ്ലാക്ക് ടീമിലല്ലേ? കേസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം, ഐ മീൻ കുടിക്കാം. കഴിക്കും. ഇതെനിക്കൊന്ന് കുറച്ച് ലക്ഷറിയാന്ന് തോന്നുന്നു. സോ
അങ്ങനെ നമ്മൾ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ബർഗർ കിങ്ങിലാണ്. ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ബർഗർ കിങ്ങിലെ ബർഗറും ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഞാൻ വോയിസ് ഓവർ ഫുൾ കൊടുക്കുന്നത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ മ്യൂസിക്കാണ്. പിന്നെ കോപ്പിറൈറ്റ് വന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പിന്നെയും പണി കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് തിക്ക് മാംഗോ ഷേക്കാണ്. ഇത് ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയാണ്, ഹെവൻലി ഫീലിംഗ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 100 on 100 ആണ്, അത്രയും ടേസ്റ്റ് ഉണ്ട് ആ ഒരു ഷെയ്ക്ക്. പിന്നെന്താ, നമ്മൾ ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ബർഗർ ആയാലും അത് വെച്ചിട്ടുണ്ടായിരുന്ന നഗറ്റ്സ് വെച്ചിട്ടാണെങ്കിലും ഞാൻ നഗറ്റ്സ് വെച്ച ബർഗറും അതേ കഴിക്കുന്നത്. ഞാൻ അധികം ക്രിസ്പി ചിക്കൻ വെച്ചിട്ടുള്ളതേനും കഴിക്കൽ, കാരണം എനിക്ക് പാറ്റീസിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് നഗറ്റ്സ് വെച്ചിട്ടായിരുന്നു, അതും നല്ല സൂപ്പറായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പെരി പെരി ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ഐസ്ക്രീമും മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഐസ്ക്രീമും ഓഫറിന് എന്തോ കിട്ടിയതാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനും ഇഷ്ടമായി കേട്ടോ. അതിനും കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. കാരണം എനിക്ക് ഭയങ്കര ദാഹേനുണ്ടായത്, വിശപ്പിനേക്കാളും. ഇപ്പം നമ്മൾ എന്തെങ്കിലും കുടിക്കാന്നുള്ള രീതിയിൽ കയറിയതാണ്. പിന്നെ ബർഗർ കണ്ടപ്പം അതും കൂടി ഓർഡർ ചെയ്തു. മോളിലിപ്പം ഫീഡിങ് റൂമിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിനൊന്ന് ഫീഡ് ചെയ്തു, ഫുഡൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ റൂമിൽ പോകും, കാരണം എൻ്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. ഇപ്പോൾ ഈവനിങ്ങിൽ നമുക്ക് പർച്ചേസും അതുപോലെ തന്നെ ഈവനിങ്ങിൽ പാർക്കിലും പോകണം. അപ്പോൾ ഇപ്പോൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം നമ്മൾ പോകുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് സ്നാക്കൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് റൂമിൽ പോവാം, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഈവനിങ് കാണാം. ഓക്കെ ഓക്കെ, ഈവനിങ് കാണാം. എല്ലാവരും ടയേർഡായിട്ടോ, കാരണം നമ്മൾ ഫുൾ നടക്കുകയും ചെയ്ത്, കുറേ നടക്കാനുണ്ട്. ഓക്കെ, ഗൈസ്, നമ്മളിപ്പോൾ ഈവനിങ് റെസ്റ്റ് എടുത്തിട്ട് പുറത്തിറങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിലാണ് ആദ്യം പോകാൻ വിചാരിച്ചത്, പക്ഷെ പാർക്ക് ക്ലോസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ടാക്സി വിളിച്ചിട്ടുണ്ട്, എന്തെങ്കിലും മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ. സോ നമ്മൾ ടാക്സി ഇപ്പം വരും കേട്ടോ. 6 minutes ആണ് കാണിക്കുന്നത്. ടാക്സി വന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകും. ഓക്കെ, അതിനിപ്പോൾ ഞാൻ വ്ളോഗിൽ സംസാരിക്കുമ്പോൾ അവക്കും സംസാരിക്കണം, അല്ല അതിനു? ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടി കാണിച്ചിട്ട് ഈ വ്ളോഗ് എൻഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പം നാളെ റിട്ടേൺ വീട്ടിൽ പോകട്ടോ. നാളെ രാവിലെ തന്നെ നമ്മൾക്ക് ട്രെയിന്. എവിടെ പോന്നേ? നമ്മളെവിടെ പോന്നേ? എവിടെ പോന്നേ? എവിടെ പോന്നേ? പറഞ്ഞെടുത്തേ. എന്ത് വാങ്ങാനാ പോന്നേ? അതിന് ഡ്രസ് വേണ? ഡിഷ് വേണ? വേണ്ട വേണ്ട. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ക്ലാപ്പാക്കി, ക്ലാപ്പാക്കി, ക്ലാപ്പൊക്കെ മറന്നുപോയാ? മറന്നുപോയാ? മറന്നുപോയി. സോ സാഡ്. ക്ലാപ്പാക്കിക്കോ. അങ്ങനെ നമ്മളൊരു മാർക്കറ്റ് പ്ലേസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുൾ സാധനങ്ങളും, അതായത് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങി കേട്ടോ. നമ്മൾ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ സംഭവങ്ങളും കയറി അതിന് ടോയ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ അതിനകത്തുനിന്ന് ഉപ്പാക്കൊരു ടോർച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പാൻ്റെ ഉപ്പാക്ക് ഒരു ടോർച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടോയ്സിൻ്റെ ആ സെക്ഷൻ കണ്ടപ്പോൾ അതിനോട് ഭയങ്കര എക്സൈറ്റഡ് ഉണ്ടായി. പിന്നെ അവൾക്ക് അത്യാവശ്യം കുറേ ടോയ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ വെറുതെ നടന്നു കേട്ടോ എല്ലാ സ്ഥലത്തും. ഇതൊരു പ്ലേസാണ്, എല്ലാം അവൈലബിൾ, ഇലക്ട്രോണിക്സും എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു ഇത്. അങ്ങനെ അവിടെ പോയി നമ്മൾ കുറച്ച് നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും കുർത്താസോ ചുരിദാറോ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറേ സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടില്ല, എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല, ആ മെറ്റീരിയൽ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ പിന്നെയും കുട്ടികളെ സെക്ഷനാണ് മൊത്തം നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ ഒരു ചെറിയൊരു നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ ഒരു ടൈപ്പ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഉമ്മാക്കും പിന്നെ ഉക്കാൻ്റെ ഉമ്മാക്കും എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി. പിന്നെ ഉക്കാക്കും കുറച്ച് ഡ്രസ്സെല്ലാം നോക്കി. പക്ഷെ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പില്ല, അവരെ പ്രിൻസ് കാര്യങ്ങൾ ഒന്നും നമ്മൾ പോയ ഏരിയയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും അത്ര വലിയ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും വാങ്ങിയില്ല കേട്ടോ, പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. പിന്നെ ആർക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ചായ കുടിക്കാനാണ്. കാരണം നമ്മൾ ഇറങ്ങി കുറച്ച് നടക്കുമ്പോഴത്തേക്കിന് ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, നമ്മൾ കുറേ കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിനും അതിൻ്റെ ഇടയിൽ കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എല്ലാം കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്തു. കാരണം അവൾ കാരണം അവൾക്ക് കരഞ്ഞ് തന്നെ പിന്നെ എൻ്റെ അടുത്ത് തന്നെ വേണം. ഞാനെടുത്ത് കുറേ നടന്ന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഷോപ്പിങ്ങിന് പോകാമെന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ചിട്ട് ആർക്കൊന്നും കിട്ടിയില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്കിഷ്ടപ്പെട്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ്സ് വാങ്ങാമെന്നുള്ള രീതിയിൽ മൈസൂർ പാൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല നല്ല സ്വീറ്റ്സ് കേട്ടോ. നമ്മൾ കാണാത്തതും കഴിക്കാത്തതുമായിട്ടുള്ള കുറേ ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. നട്ട്സിൽ വെച്ചിട്ടുള്ളതും പിന്നെ പക്വടയൊക്കെ ഉണ്ടായിരുന്നു, കാഷ്യൂവിൽ വെച്ച പക്വട അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് സ്വീറ്റ്സിന് കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് ഓരോന്നും കഴിക്കാനും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോ ടൈപ്പ് സ്വീറ്റ്സും. അതിൽ നമ്മളെ നാട്ടിൽ കിട്ടുന്നതും ഉണ്ട്, അതുപോലെ തന്നെ ഇല്ലാത്തതുമായ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. മിക്ചേഴ്സ്, അതുപോലെ തന്നെ കുറേ ഹലുവ, ഇവിടെ ബദാം ഹൽവ അതൊക്കെയാണ് ഇവിടെ പോകുന്നത്. ബദാം ഹൽവ, അതുപോലെ തന്നെ ഈ നട്ട്സുള്ള ബദാം പിസ്ത നട്ട്സുള്ള സംഭവം ഹൽവ, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര വെറൈറ്റി ആയിരുന്നു ഓരോ സ്വീറ്റ്സും. അങ്ങനെ നമ്മൾ കുറച്ച് എൻ്റെ വീട്ടിലും പിന്നെ യൂക്കാൻ്റെ വീട്ടിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിക്കാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പക്കോട എനിക്ക് കണ്ടപ്പം കഴിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് നമ്മൾ അവിടുന്ന് കുറച്ച് കഴിച്ചു. അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ നമുക്ക് പേടിയുണ്ടായിരുന്നു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് മോശമായി പോകും. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും മോശമായിട്ടുണ്ടായിരുന്നില്ല, നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു. ഇതാണ് ഏറ്റവും ഹൈലൈറ്റുള്ള സംഭവം, ബദാം പിസ്ത നട്ട്സ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ടൈപ്പ് ഹലുവ, ഈത്തപ്പഴം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനു വേണ്ടി അവർ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായി, ഒരു പേട പോലത്തത്, അതും നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അതിനു കഴിച്ചോട്ടെ, സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം. അങ്ങനെ അതിനും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളി. പിന്നെ അവർ ഓരോന്നും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്, ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ കുറച്ച് സംഭവങ്ങൾ മാത്രം, നമ്മൾ കഴിക്കാത്തതും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രം വാങ്ങി. അങ്ങനെ പിന്നെ യൂക്കൊക്കെ അവിടുത്തെ ലഡു കഴിക്കണം എന്ന് പൂതിയായിട്ട് അങ്ങനെ ഒരു ലഡു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ലഡുവിനോട് വലിയ താല്പര്യമില്ല. പിന്നെ യൂക്ക അത് കഴിച്ചിട്ട് പറഞ്ഞു ഇതാണ് ലഡു, അടിപൊളി ലഡു എന്നൊക്കെ പറഞ്ഞിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് KFCയിലോട്ടേക്കാണ്. അവിടെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റോളിനും ഒക്കെ 99 റുപ്പീസ് സംതിങ് അങ്ങനെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനും ആ സമയത്ത് കരഞ്ഞിട്ട് ഉറങ്ങി കേട്ടോ. ഞാൻ കുറേ അടുത്ത് നടന്നപ്പോഴത്തേക്കും അവളങ്ങനെ ഉറങ്ങി. എന്താ അറിയില്ല, അവൾക്ക്
എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് അവൾ നല്ല കരച്ചിലായിരുന്നു കുറച്ച് സമയത്തേക്ക്. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്നും ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ബർഗറും റോളും ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തോ തന്തൂരി ബർഗറോ അങ്ങനെ എന്തോ സംഭവമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര സ്റ്റൊമക്ക് ഫില്ലിങ്. നമ്മൾ വെറുതെ റോള് വാങ്ങി കാരണം ആ ബർഗറിന് ഭയങ്കര വലുതായിരുന്നു. അതും വേർത്തായിരുന്നു കേട്ടോ. 200 സംതിങ്ങിനോ അങ്ങനെ എന്തോ ആണ് 2 കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓഫറിൽ. അതാണ് ഞാൻ പറഞ്ഞത്, നോൺ വെജിനാണ് ഇവിടെ പൈസ കുറവ് വെജിനേക്കാളും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ചിക്കനും ബീഫൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. കാരണം എന്താ അറിയില്ല, അവരെന്താണ് തരുന്നതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് നിന്നിട്ടില്ല. ഇങ്ങനെ ഉള്ള ഔട്ട്ലെറ്റ്സിൽ, നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഔട്ട്ലെറ്റ്സിൽ മാത്രം നമ്മൾ പോയിട്ട് ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ സ്നാക്കൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയല്ലോ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.